കാരണം ക്വാഡ് ഒരു സാധാരണ ബഹുമുഖ സ്ഥാപനം പോലെ രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവയ്ക്ക് സെക്രട്ടേറിയറ്റോ സ്ഥിരമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയോ ഇല്ല. എന്നാൽ അത് ഈ സഖ്യത്തിന്റെ പ്രാധാന്യത്തെയോ അവകാശങ്ങളെയോ ഇല്ലാതാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ക്വാഡ് രാജ്യങ്ങൾ തങ്ങളുടെ അംഗരാജ്യങ്ങൾക്കിടയിലെ നിലവിലുള്ള കരാറുകൾ വികസിപ്പിക്കുകയും അവരുടെ പങ്കിട്ട മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ക്വാഡ് അംഗങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സുരക്ഷാ ബന്ധം നിലവിൽ കൂടുതൽ ശക്തമാവുകയാണ്. അതായത് 4 രാജ്യങ്ങൾക്കും ഇപ്പോൾ 2+2 പ്രതിരോധ വിദേശകാര്യമന്ത്രിമാരുടെ പരസ്പര ആശയവിനിമയമുണ്ട്. അവർ ഇപ്പോൾ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരുടെ ചർച്ചകളിൽ ഏർപ്പെട്ടു പോരുന്നു. അതായത് കര, വ്യോമ, സമുദ്ര സേനകൾ ഉൾപ്പെടുന്ന സൈനികാഭ്യാസങ്ങൾ, ലോജിസ്റ്റിക് പങ്കിടൽ കരാറുകൾ, സമുദ്ര സുരക്ഷ, സൈബർ സുരക്ഷ, തീവ്രവാദ വിരുദ്ധ, പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 2020 ഇന്ത്യയും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള ത്രിരാഷ്ട്ര മലബാർ നാവികാഭ്യാസത്തിൽ ഓസ്ട്രേലിയ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരുന്നു. ഇത് ക്വാഡിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഗ്രൂപ്പിംഗും 1 ദശാബ്ദത്തിലേറെയായി 4 രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസവും അടയാളപ്പെടുത്തിയിരുന്നു.